ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ ഈ ഒരു സെഷനിൽ RCCയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എക്സാമിൽ വരാൻ സാധ്യതയുള്ള ചില ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസുകളാണ് അല്ലെ. സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് RCC. നമുക്കറിയാം RCC ചോദ്യങ്ങൾ ഡയറക്റ്റ് ചോദ്യങ്ങളാണ്. മിക്കവാറും IS 456 ടേബിളിൽ പറയുന്ന കുറെ സ്പെസിഫിക്കേഷൻസ് ആണ് നമുക്ക് ചോദിക്കാറുള്ളത്. നമുക്ക് ഓരോ ക്വസ്റ്റ്യനും പറയാം, അതിന്റെ ചുറ്റുമുള്ള കുറച്ച് അത്യാവശ്യം വേണ്ട തിയറിയും കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ അല്ലെ. ക്വസ്റ്റ്യൻ നമ്പർ 1 കടക്കുന്നു. ഇതാ നോക്കിയേ, എന്താണ് പറയുന്നത് ക്വസ്റ്റ്യൻ. റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ മെനി മിനിമം നമ്പർ ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ബാർസ് ഹാവ് ടു ബി പ്രൊവൈഡഡ് ഇൻ എ റെക്ടാങ്കുലർ കോളം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിനിമം നമ്പർ ഓഫ് സ്റ്റീൽ ബാർസ് ഇൻ എ റെക്ടാങ്കുലർ കോളം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓപ്ഷൻ എ ആണ് അല്ലെ, 4 ആണ്. നോക്കിയേ, റെക്ടാങ്കുലർ കോളം ആണെങ്കിൽ മിനിമം നമ്പർ വേണ്ട എത്രയാണ്? 4 ആണ്. അത് സർക്കുലർ കോളം ആണെങ്കിൽ, സർക്കുലർ ആണ് കോളം എങ്കിൽ മിനിമം നമ്പർ ഓഫ് ബാർസ് എത്രയാണ്? 6 ആണ്. ഇതാണ് മിനിമം നമ്പർ ഓഫ് ബാർ എന്ന് പറയുന്നത്. മിനിമം നമ്പർ ഓഫ് ബാർ എന്ന് പറയുന്നത്. നോക്കിയേ, മിനിമം എന്ന് പറഞ്ഞപ്പോഴാണ് മറ്റൊരു മിനിമത്തെ കുറിച്ച് ഓർമ്മ വന്നത്. വാട്ട് ഈസ് എ മിനിമം ഡയമീറ്റർ ഓഫ് ദ ബാർ ടു ബി യൂസ് ഇൻ എ കോളം? വാട്ട് ഈസ് എ മിനിമം ഡയമീറ്റർ ഓഫ് ദ സ്റ്റീൽ ബാർ ടു ബി യൂസ് ഇൻ എ കോളം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ യെസ്, മിനിമം ഡയമീറ്റർ എത്രയാണ്? കോളത്തില് 12 mm ആണ്. മിനിമം എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ വേറൊരു മിനിമം കൂടി ഓർമ്മ വരികയാണ്. എന്താണ്? മിനിമം പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ എ കോളം. മിനിമം പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ എ കോളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 0.8% ഓഫ് ഗ്രോസ് ഏരിയ ഓഫ് ദ കോളം ആണ്. ഗ്രോസ് ഏരിയ ഓഫ് ദ കോളം ആണ്. ആൻഡ് ഗ്രോസ് ഏരിയ ഓഫ് ദ കോളം എന്ന് പറഞ്ഞാൽ എന്താണ്? B ഇൻറ്റു ക്യാപിറ്റൽ D ആണ് അല്ലെ. നോക്കിയേ, കോളം നമ്മൾ വരച്ചു നോക്കി കഴിഞ്ഞാൽ കോളത്തിൽ B എന്ന് പറയുന്ന ഡയമെൻഷൻ ഉണ്ട്, L എന്ന് പറയുന്ന ഡയമെൻഷൻ ഉണ്ട്, D എന്ന് പറയുന്ന മറ്റൊരു ഡയമെൻഷൻ ഉണ്ട്. ഈ പറയുന്ന ഡയമെൻഷനിൽ B ഇൻറ്റു D എന്ന് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഗ്രോസ് ഏരിയ കിട്ടുക അല്ലെ. ഇതാണ് കോളം. ഈ കാണിച്ചിരിക്കുന്നതാണ് ലെങ്ത് ഓഫ് ദ കോളം. ഈ കാണിച്ചിരിക്കുന്നതാണ് B എന്ന് പറയുന്ന വിഡ്ത് ഓഫ് ദ കോളം. ആൻഡ് ഈ കാണിച്ചിരിക്കുന്നതാണ് ക്യാപിറ്റൽ D എന്ന് പറയുന്ന മറ്റൊരു ഡയമെൻഷൻ. സോ ഈ പറയുന്ന B ഇൻറ്റു D എന്ന ഏരിയ അതിന്റെ 0.8% കണ്ടുപിടിക്കുമ്പോഴാണ് മിനിമം പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് കിട്ടുക. ക്ലിയർ അല്ലേ പോയിന്റ്? നോക്കിയ ഒരു കാര്യം കൂടി പറയാം. കോളത്തിൽ ഇത്തരത്തിലാണ് ലോഡിംഗ് ഉണ്ടാവുക. അതായത് ഈ കാണിച്ചിരിക്കുന്നതാണ് കോളത്തിന്റെ ലോഞ്ചിറ്റ്യൂണൽ ഡയമെൻഷൻ. അതായത് എല്ലിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് എ ലോഞ്ചിറ്റ്യൂണൽ ഡയമെൻഷൻ ഓഫ് ദ കോളം ആണ്. ഈ കാണിച്ചിരിക്കുന്ന B ആൻഡ് D എന്താണ്? ലാറ്ററൽ ഡയമെൻഷൻ ആണ്. ബിയും ഡിയും എന്താണ്? ലോഞ്ചിറ്റ്യൂണൽ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റു ഡയമെൻഷൻസ് ആണ്. ദീസ് ആർ കൺസിഡേഴ്സ് ലാറ്ററൽ ഡയമെൻഷൻ. അതിൽ B എന്ന് പറയുന്നത് എന്താണ്? ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ആണ്. ഓക്കെ, ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ആണ്. നമ്മൾ പലപ്പോഴും IS കോഡ് സ്പെസിഫിക്കേഷനിൽ LLD എന്ന് കാണാറുണ്ട്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്? ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, ദ മിനിമം നമ്പർ ഓഫ് മെയിൻ സ്റ്റീൽ ബാർസ് പ്രൊവൈഡഡ് ഇൻ എ സർക്കുലർ RCC കോളം. ഇപ്പൊ പറഞ്ഞ പോയിന്റ് ആണ്. എത്രയാണ്? സർക്കുലർ കോളം ആണെങ്കിൽ മിനിമം നമ്പർ എത്രയാണ്? 6 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കിയേ, അക്കോർഡിംഗ് ടു IS സ്പെസിഫിക്കേഷൻ ദ മിനിമം ഡയമീറ്റർ ഓഫ് ലോഞ്ചിറ്റ്യൂണൽ ബാർസ് ഓഫ് കോളം ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഓഫ് ബക്ലിംഗ് ഇൻ mm ഈസ്. കോളത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുന്ന മിനിമം ഡയമീറ്റർ ഓഫ് ദ ബാർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഓപ്ഷൻ D ആണ്. 12 mm ആണ്. 12 mm, ദാറ്റ് ഈസ് ഓപ്ഷൻ D. ചോദ്യം നമ്പർ 4 നോക്കിയേ, all columns shall be designed for a minimum eccentricity of. നമുക്കറിയാം പല രീതിയിലുള്ള കംപ്രഷൻ മെമ്പറുകൾ ഉണ്ട് അല്ലെ. പെഡസ്റ്റൽ ഉണ്ട്, RCC വാൾ ഉണ്ട്, ഷോർട്ട് കോളം ഉണ്ട്, ലോങ് കോളം ഉണ്ട്. നമ്മളെ ചുറ്റും നമ്മളെ എപ്പം നോക്കിയാലും കാണപ്പെടുന്നത് ആ സാധനങ്ങളെല്ലാം എന്താണ്? ഷോർട്ട് കോളംസ് ആണ്. ആ പറയുന്ന ഷോർട്ട് കോളത്തിൽ എപ്പോഴും ആക്ട് ചെയ്യപ്പെടുന്ന ലോഡ് ഏതാണ്? ആക്സിലി ലോഡഡ് കോളം ആണ്. എപ്പോഴും നമ്മൾ എപ്പോഴും ആക്സിലി ലോഡഡ് ഷോർട്ട് കോളംസ് ആണ് കേട്ടോ ഡിസൈൻ ചെയ്യുക. നമ്മുടെ ചർച്ചയിൽ എന്നും ഉൾപ്പെടുന്ന സാധനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ചർച്ചയിൽ ഉടനീളം ഉൾപ്പെടുന്ന സാധനം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് കോളമാണ് എപ്പോഴും നമ്മൾ പറയുന്നത്. അത് ആക്സിലി ലോഡഡ് ആയിരിക്കും കോളം എപ്പോഴും. അത്തരത്തിലുള്ള കോളത്തിൽ വരുന്ന ലോഡ് ആക്സിലി ലോഡ് ആണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ലോഡ് ആണോ എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മിനിമം എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കുന്നത്. മിനിമം എക്സെൻട്രിസിറ്റി ഡയറക്ട്ലി നമുക്ക് ഓപ്ഷനിൽ കാണിക്കാറുണ്ട് അല്ലെ. മിനിമം എക്സെൻട്രിസിറ്റി രണ്ട് രീതിയിലുള്ള രണ്ട് ഡയറക്ഷനിലും നമുക്ക് മിനിമം എക്സെൻട്രിസിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഈ മിനിമം എക്സ് എന്നാണ്. നോക്കിയേ, മിനിമം എക്സെൻട്രിസിറ്റി ഇൻ ദ എക്സ് ഡയറക്ഷൻ. മിനിമം എക്സെൻട്രിസിറ്റി ഇൻ ദ എക്സ് ഡയറക്ഷൻ ആണ്. ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മിനിമം ആയതുകൊണ്ട് അല്ലെ നിങ്ങൾ എന്ത് എഴുതണം? അപ്പുറത്ത് ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ മാക്സിമം എന്ന് എഴുതണം. IS 456 കോഡിലെ പല സ്പെസിഫിക്കേഷനും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഉടായ്പ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇക്വേഷന്റെ ഇപ്പുറത്ത് മിനിമം ആണെങ്കിൽ അപ്പുറത്ത് മാക്സിമം, ഇക്വേഷന്റെ ഇപ്പുറത്ത് മാക്സിമം ആണെങ്കിൽ അപ്പുറത്ത് നമുക്ക് എന്ത് എഴുതാൻ സാധിക്കാറുണ്ട്? മിനിമം എന്ന് എഴുതാൻ സാധിക്കാറുണ്ട്. എന്താണ് ഈ മിനിമം എക്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് L അൺസപ്പോർട്ടഡ് ലെങ്ത് ഡിവൈഡ് ബൈ 500 പ്ലസ് എന്താണ്? D ഡിവൈഡ് ബൈ 30 ഓർ 20 mm ആണ്. ഈ എഴുതിയിരിക്കുന്ന രണ്ട് വാല്യൂസിന്റെയും
മാക്സിമം ഏതാണോ അതാണ് നമ്മൾ മിനിമം ആക്കി എടുക്കേണ്ടത്. ഓക്കെ, വേർ LU എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നേരത്തെ നമ്മൾ കണ്ടു ലെങ്ത് ഓഫ് ദ കോളം, ലോഞ്ചിറ്റ്യൂണൽ ഡയമെൻഷൻ, അല്ലെങ്കിൽ അതിനെ എന്ത് പറയാറുണ്ട്? അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് ദ കോളം എന്ന് പറയാറുണ്ട്. അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് ദ കോളം എന്ന് പറയാറുണ്ട്. ഡി നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു അല്ലെ. ഈ മിനിമം എക്സ് ഇങ്ങനെയാണ് ഇക്വേഷൻ. അതേപോലെ ഈ മിനിമം y നമുക്ക് എഴുതാൻ പറ്റുകയാണെങ്കിൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഈ മിനിമാണ് നോക്കിയ ഇക്വേഷൻ ഇപ്പുറത്ത് മിനിമാണ്, അതുകൊണ്ട് നിങ്ങൾ അപ്പുറം എന്ത് കൊടുക്കണം? മാക്സിമം എന്ന് കൊടുക്കണം. ദിസ് ഈസ് LU ഡിവൈഡ് ബൈ 500 പ്ലസ് B ഡിവൈഡ് ബൈ 30 ഓർ 20 mm ആണ്. ഈ പറയുന്നത് IS 456 പറയുന്ന സ്പെസിഫിക്കേഷൻ ആണ്. ഈ സ്പെസിഫിക്കേഷൻ പ്രകാരം വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. മിനിമം എക്സിനിസിറ്റി 20 mm എന്ന് പറയുന്ന വാല്യൂയിലേക്കാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ ഏതാണ് ഓപ്ഷൻ വരിക? ഓപ്ഷൻ ബി എന്നതാണ്. മറ്റൊരു ഓപ്ഷനും എന്തേ ഇല്ല. അതൊക്കെ അൺസപ്പോർട്ടഡ് ലെങ്ത് ഡിവൈഡ് ബൈ 500 മാത്രമേ ഉള്ളൂ. പ്ലസ് എന്തും കൂടി ഉണ്ടാവാം, ചിലപ്പോൾ D+30 ഉണ്ടാവാം, അല്ലെങ്കിൽ B+30 ഉണ്ടാവാം. ഓക്കെ, ചോദ്യം നമ്പർ 5 കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 5 ദാ ഇപ്പൊ പറഞ്ഞ സാധനമാണ്. ഇപ്പൊ പറഞ്ഞു നിർത്തിയ സാധനമാണ്. ദ ഫോർമുല ഫോർ മിനിമം എക്സിനിസിറ്റി ഇൻ ദ കോളം. ദ ഫോർമുല ഫോർ മിനിമം എക്സിനിസിറ്റി ഇൻ ദ കോളം. ഇത്തരത്തിൽ ഡയറക്റ്റ് ഓപ്ഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. L ഡിവൈഡ് ബൈ 500 ഉണ്ട്. യെസ്, ഇതായിരിക്കില്ല. 300 അല്ല, 300 അല്ല. ഓക്കെ, L ഡിവൈഡ് ബൈ 500 പ്ലസ് D ഡിവൈഡ് ബൈ 30 എന്ന രീതിയിലാണ് ഫോർമുല വരാറുള്ളത്. D ഡിവൈഡ് ബൈ 30 അല്ലെങ്കിൽ എന്തുണ്ടാവാം? ഓർ B ഡിവൈഡ് ബൈ 30 ആയിരിക്കാം. ക്ലിയർ അല്ലേ? അതിൽ ഏതെങ്കിലും ഒന്നുണ്ടാവും, ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടാവുള്ളൂ. ഈ മിനിമം എക്സ് അല്ലെങ്കിൽ ഈ മിനിമം y എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ നമ്പർ 6. 6ാമത്തെ ചോദ്യം. ദ ക്ലിയർ കവർ ഓഫ് ദ കോളം അല്ലെങ്കിൽ ദ മിനിമം കവർ ഓഫ് ദ കോളം യെസ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ സ്റ്റീൽ റീഇൻഫോഴ്സ്മെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കവർ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. രണ്ട് രീതിയിലുള്ള കവർ ഉണ്ട്. ഒന്ന് നോമിനൽ കവർ എന്നാണ് പറയുന്നത് അല്ലെ. അതിന്റെ മറ്റൊരു പേരെന്താണ്? നോമിനൽ, അല്ലെങ്കിൽ ഇതിന് പറയുന്ന വേറൊരു പേര് ക്ലിയർ കവർ എന്നാണ്. ഇതാണ് ഒരു സെറ്റ് സാധനം. പിന്നീട് നമുക്ക് നാട്ടിൽ കാണപ്പെടുന്ന വേറൊരു കവർ ഏതാണ്? ഇറ്റ് ഈസ് ടേംഡ് ആസ് എഫക്റ്റീവ് കവർ ആണ്. IS 456 എപ്പോഴും എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കാറുള്ളത്? നോമിനൽ കവർ അല്ലെങ്കിൽ ക്ലിയർ കവറിനെ കുറിച്ചാണ് കോഡുകളിൽ പറയാറുള്ളത്. നോമിനൽ കവർ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അവയിൽ നിന്ന് നമുക്ക് എഫക്റ്റീവ് കവർ കാൽക്കുലേറ്റ് ചെയ്യാം. എളുപ്പമാണ് അല്ലെ? നമുക്കറിയാം എന്താ അതിന്റെ പരിപാടി. നോക്കിയേ, എപ്പോഴും കവറുകൾ നമ്മൾ മിനിമം കവർ ആണ് പറയാം. എപ്പോഴും നമ്മൾ ഡിഫൈൻ ചെയ്യുമ്പോൾ മിനിമം ക്ലിയർ കവർ എന്നാണ് എപ്പോഴും നമ്മൾ. യെസ്, മിനിമം ക്ലിയർ കവർ, അല്ലെങ്കിൽ അതിനെയാണ് സാധാരണ രീതിയിൽ കവർ എന്ന് പറയുന്നത് കേട്ടോ. നമ്മൾ എപ്പോഴും മിനിമം ആണ് കവറുകളെ പ്രതിപാദിക്കാറുള്ളത്. ആൻഡ് നേരത്തെ പറഞ്ഞ അതേ ഉടായിപ്പാൻ, ഇക്വേഷന്റെ ഇപ്പുറത്ത് മിനിമം ആണെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. ക്ലിയർ അല്ലേ? ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മിനിമം ആണെങ്കിൽ അപ്പുറം എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. സോ നോക്കിയേ, മിനിമം കവർ ഫോർ ദ കോളം ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നെങ്കിൽ 40 mm അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദ ബാർ യൂസ് ഇൻ ദ കോളമാണ്. ഒന്നെങ്കിൽ 40 mm അല്ലെങ്കിൽ ഡയമീറ്റർ ഓഫ് ദ ബാർ യൂസ് ഇൻ ദ കോളമാണ്. സോ നോക്കിയേ, മാക്സിമം ആണോ മിനിമം ആണോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവരുത്. ക്ലിയർ കവറുകൾ, നോമിനൽ കവറുകൾ എപ്പോഴും മിനിമം ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇക്വേഷന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മിനിമം ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ മാക്സിമം ആയിരിക്കും. തല തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന സാഹചര്യത്തിനനുസരിച്ച് മാറി വരും. ഓക്കെ, സോ ഇവിടെ ഏതാണ് മിനിമം? 25 mm, 40 mm ഓർ ഡയമീറ്റർ ഓഫ് ബാർ വിച്ച് എവർ ഈസ് മോർ, 25 mm ഓർ മോർ ദാൻ ദാറ്റ്, നൺ ഓഫ് ദിസ്. സാധാരണഗതിയിൽ മറ്റൊന്നും മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ കോളത്തില് നമ്മൾ ഉപയോഗിക്കുന്ന കവർ 40 mm ആണ്, ഓർ ഡയമീറ്റർ ഓഫ് ദ ബാർ വിച്ച് എവർ ഈസ് മാക്സിമം ഓർ മോർ ആണ്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഓർക്കാൻ സാധിക്കുന്ന മറ്റു കവറുകൾ ഏതൊക്കെയാണ്? സാധാരണഗതിയിൽ സ്ലാബ് ഉണ്ട്. സ്ലാബിൽ നിന്നും ലോഡ് എങ്ങോട്ടാണ്? ബീമിലേക്ക് പോകുന്നു. പിന്നീട് ലോഡ് കോളത്തിലേക്കാണ് മൂവ് ചെയ്യുന്നത്. പിന്നീട് ലോഡ് ഫൂട്ടിങ്ങിലേക്ക് മൂവ് ചെയ്യുന്നു. ഇത്തരത്തിലാണ് മെമ്പറിന്റെ ഒരു സീക്വൻസ് ഉള്ളത്. നമ്മൾ ഈ പറയുന്ന മിനിമം കവർ നോക്കുകയാണെങ്കിൽ 20 mm തുടങ്ങി 25 mm കടന്നു. പിന്നീട് 40 mm ആണ്. then we are having a 50 mm. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട മെമ്പറുകളുടെ അടിസ്ഥാനത്തിൽ IS 456 രേഖപ്പെടുത്തിയിരിക്കുന്ന ക്ലിയർ കവർ അല്ലെങ്കിൽ നോമിനൽ കവർ എന്ന് പറയുന്നത്. ഇതാണ് മെമ്പറുകളുടെ അടിസ്ഥാനത്തിലുള്ള കവർ. ഹലോ, മെമ്പറുകളുടെ അടിസ്ഥാനത്തിലുള്ള കവറിനെയാണ് ഈ കാണിച്ചിരിക്കുന്നത്. മറ്റൊരു രീതിയിലും കവറിനെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. നമ്മൾ ഈ പറയുന്ന കവറിനെ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. എന്താണ്? ബേസ്ഡ് ഓൺ ദ എക്സ്പോഷർ കണ്ടീഷൻ ആണ്. ഏതെല്ലാമാണ് എക്സ്പോഷർ കണ്ടീഷനുകൾ? മൈൽഡ് ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, വി ആർ ഹാവിംഗ് സിവിയർ, പിന്നീട് വി ആർ ഹാവിംഗ് വെരി സിവിയർ, ആൻഡ് ദ ലാസ്റ്റ് എക്സ്പോഷർ കണ്ടീഷൻ ഈസ് എക്സ്ട്രീം ആണ്. ഈ പറയുന്ന എക്സ്പോഷർ കണ്ടീഷനുകളുടെ അടിസ്ഥാനത്തിലും കവർ രേഖപ്പെടുത്താറുണ്ട്.
നോക്കിയേ, അതിൽ ചെറിയൊരു പാറ്റേൺ ഉണ്ട്. IS 456 മെൻഷൻ ചെയ്തിട്ടുള്ള എല്ലാ ടേബിളിലും വാല്യൂസ് ഓർക്കാൻ വേണ്ടി ചെറിയ ചെറിയ പാറ്റേണുകൾ അവൈലബിൾ ആണ്. അത്ര വലിയ ലോജിക്കുള്ള പാറ്റേൺ ഒന്നല്ല, ബട്ട് ഓർക്കാൻ എളുപ്പമാണ്. നിങ്ങൾ അത് റെഗുലർലി റിവൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടാവും, ഇല്ലെങ്കിൽ അടങ്ങാറാവും. നോക്കിയേ, 20 mm തുടങ്ങേണ്ടത്. 20 mm തുടങ്ങേണ്ടത്. അവിടെ നിന്നും 10 ഇൻക്രീസ് ചെയ്യുക. 10 ഇൻക്രീസ് ചെയ്താൽ എത്രയാണ്? 30 mm ആയി. 10 ആണ് നേരത്തെ ഇൻക്രീസ് ചെയ്തത്, ഇനി 15 ഇൻക്രീസ് ചെയ്യുക. സോ വാല്യൂ എത്രയായി? 45 mm ആയി. സോ നോക്കിയേ, ആദ്യം ഇൻക്രീസ് ചെയ്തത് 10 mm ആണ്, പിന്നീട് ഇൻക്രീസ് ചെയ്തത് 15 mm ആണ്. ഇനി നിങ്ങൾ ഇൻക്രീസ് ചെയ്യേണ്ടത് ഈ ഇൻക്രീസ് ചെയ്യപ്പെട്ട രണ്ട് വാല്യൂസിന്റെ ഡിഫറൻസ് ഇൻക്രീസ് ചെയ്യുക. എത്രയാണ്? 10ഉം 15ഉമാണ് ഇൻക്രീസ് ചെയ്തത്. അവർ തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ 5 ആണ്. അവര് നെക്സ്റ്റ് വാല്യൂ വിൽ ബി 45 പ്ലസ് എത്രയാണ്? 5 ആണ്. പിന്നീട് നാലാമതായി ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നേരത്തെ നമ്മൾ ഈ ഇൻക്രീസ് ചെയ്ത വാല്യൂസിന്റെ ഡിഫറൻസ് ആണ് ഇൻക്രീസ് ചെയ്തത്. ഇനി ഈ ഇൻക്രീസ് ചെയ്ത വാല്യൂസിന്റെ അഡീഷൻ, അതായത് 10ഉം 15ഉം 25. ദെൻ ദ ലാസ്റ്റ് വാല്യൂ 75 mm. നോക്കിയാൽ ചെറിയ 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 ഉടായ്പാണ്. എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ഒരു ലോജിക്കും ഇല്ല. ബട്ട് ഇത്തരത്തിൽ ചില പാറ്റേണുകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ആ പാറ്റേണുകളുടെ അടിസ്ഥാനത്തിൽ വാല്യൂസ് ടേബിൾ ഓർക്കാൻ ശ്രമിക്കുക, അത് റിവൈസ് ചെയ്യുക, കയ്യിലുണ്ടാവും. 10 ഇൻക്രീസ് ചെയ്തു, പിന്നീട് 15 ഇൻക്രീസ് ചെയ്യുന്നു. പിന്നീട് ഇൻക്രീസ് ചെയ്യേണ്ടത് ഈ കാണിച്ചിരിക്കുന്ന ഡിഫറൻസ് ആണ് ഇൻക്രീസ് ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് 5 mm. പിന്നീട് ഇൻക്രീസ് ചെയ്യേണ്ടത് ഈ കാണിച്ചിരിക്കുന്ന വാല്യൂസിന്റെ അഡീഷൻ, ദാറ്റ് ഈസ് 25 mm. ക്ലിയർ അല്ലേ? മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, വെരി സിവിയർ ആൻഡ് എക്സ്ട്രീം കണ്ടീഷൻസ്. ക്ലിയർ അല്ലേ പോയിന്റ്? സോ ആറാമത്തെ ചോദ്യം അതായിരുന്നു. ലെറ്റ്സ് മൂവ് ടു ദ 7th ക്വസ്റ്റ്യൻ. ഏഴാമത്തെ ചോദ്യം നേരത്തെ കാണിച്ചിരിക്കുന്ന മിനിമം എക്സെൻട്രിസിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള ചെറിയൊരു ന്യൂമറിക്കലാണ്, വരാൻ സാധ്യതയുണ്ട്. നോക്കിയേ, ദ മിനിമം എക്സെൻട്രിസിറ്റി ടു ബി കൺസിഡേർഡ് ഫോർ ആൻ ആക്ച്വലി ലോഡഡ് RCC കോളം എത്രയാണ്? സൈസ് 400/400 ആണ്. സോ കോളത്തിന്റെ സൈസ് അറിഞ്ഞിരിക്കുക. സ്ക്വയർ കോളമാണ് തന്നിരിക്കുന്നത് അല്ലെ? 400 ആണ് ഒരു ഡയമെൻഷൻ, അടുത്ത ഡയമെൻഷനും 400 mm തന്നെയാണ്. 400/400 എന്ന് പറയുന്ന കോളമാണ്. അതുകൊണ്ട് ഇടങ്ങാറില്ല, രണ്ടും ഒരേ ഡയമെൻഷൻ ആണ്. ഇത് B ആയിരിക്കാം, ഇതെന്തായിരിക്കാം? ഇത് D ആയിരിക്കാം. ഇത് B ആയിരിക്കാം, അത് D ആയിരിക്കാം. ആൻഡ് വിത്ത് അൺസപ്പോർട്ടഡ് ലെങ്ത് ഓഫ് 5 മീറ്റർ, അതായത് തന്നിട്ടുണ്ട് അൺസപ്പോർട്ടഡ് ലെങ്ത് ആണ്. LU = 5 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണോ? 5000 mm ആണ്. 5000 mm ആണ്. മിനിമം എക്സെൻട്രിസിറ്റി ആണ് കണ്ടുപിടിക്കാൻ അവർ ആവശ്യപ്പെടുന്നത് അല്ലെ? എന്താണ് മിനിമം എക്സെൻട്രിസിറ്റിയുടെ ഇക്വേഷൻ? മിനിമം എക്സെൻട്രിസിറ്റി x ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇക്വേഷൻ അപ്പുറത്ത് മിനിമം ആണ്, അതുകൊണ്ട് മാക്സിമം എഴുതി. ഇറ്റ് ഈസ് എ മാക്സിമം ഓഫ് LU / 500 പ്ലസ് x ആയതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? D / 30 ഓർ 20 mm ആണ്. നോക്കിയാൽ നിങ്ങൾ y ആണ് എഴുതുന്നതെങ്കിൽ ഇവിടെ B ആണ് വരിക അല്ലെ? ഇപ്പോൾ D എന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ B എന്ന് എഴുതിയാലും വ്യത്യാസം വരാനൊന്നുമില്ല, കാരണം ഡയമെൻഷൻ ഡിയും ഡയമെൻഷൻ ബിയും സെയിം ആണ്. 400/400 ആണ് സാധനം. അപ്പൊ പേടിക്കാനില്ല, ഇക്വേഷൻ രണ്ടും ഒരേ രീതി തന്നെ വരും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂ ഇങ്ങനെയാണ് വരാൻ പോകുന്നത്. ഇറ്റ് ഈസ് ദ മാക്സിമം ഓഫ് 5000 / 500 പ്ലസ് D is 400 / 30 or 20 mm. ഇതിൽ ഏതാണോ മാക്സിമം അത്. സോ 10 പ്ലസ് 13.3 mm ആണ് വരിക. 13.3 mm ആണ് വരുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 23.3 mm എന്ന് വരും. ഓർ ഏതാണ്? 20 mm. ഓർ ഏതാണ്? 20 mm. സോ 23.3 mm അല്ലെങ്കിൽ 20 mm, അതിൽ ഏതാണോ മാക്സിമം, ദാറ്റ് വിൽ ബി ദ ആൻസർ. ഈ എഴുതിയിരിക്കുന്ന ഈ കാൽക്കുലേറ്റ് കിട്ടിയ ഈ വാല്യൂസിൽ ഏതാണോ മാക്സിമം, that will be the answer. So option A is option D. Option D ആണ്. ക്ലിയർ അല്ലേ? അതിന്റെ ന്യൂമറിക്കൽ സാധ്യതയാണ് കാണിച്ചത്. ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 8 ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കൂ. യെസ്, a column is regarded as long column if the ratio of its effective length and lateral dimension exceeds. നമ്മൾ ടൈപ്സ് ഓഫ് കംപ്രഷൻ മെമ്പർ എന്ന ക്ലാസിഫിക്കേഷൻ വരുത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? യെസ്, സ്ലെൻഡർനെസ് റേഷ്യോന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെ? ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഏതാണ്? സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്ന പരിപാടി ലാംഡ എന്നാണ് നൊട്ടേഷൻ. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് L effective ഡിവൈഡ് ബൈ എന്താണ്? ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ. എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ കോളം ഡിവൈഡ് ബൈ എന്താണ്? നമുക്കറിയാം ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ക്യാപിറ്റൽ B ഓഫ് ദ കോളം ആണ്. ഈ പറയുന്ന വാല്യൂവിന്റെ അടിസ്ഥാനത്തിൽ കോളത്തിനെ ക്ലാസിഫൈ ചെയ്താൽ എങ്ങനെയൊക്കെയാണ് വരുന്നത്? ക്ലാസിഫിക്കേഷൻ നോക്കിയാൽ ലാംഡ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ആണ്. 2 യെസ്, ലാംഡ ഈസ് ഇൻ ബിറ്റ്വീൻ 3 and 12 ആണ്. 3 ലാംഡ ഈസ് ഗ്രേറ്റർ ദാൻ 12 ആണ്. ഈ പറയുന്ന വാല്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് പരിപാടി ക്ലാസിഫിക്കേഷൻ നടത്തുന്നതെങ്കിൽ യെസ്, എന്തൊക്കെയാണ് കോളം ഉണ്ടാവുക? വി വിൽ ബി ഹാവിംഗ് പെഡസ്റ്റൽ ആണ് ആദ്യം. ദെൻ വി ആർ ഹാവിംഗ് ഷോർട്ട് കോളം.
then we are having short column, then we are having long column. ക്ലിയർലി പോയിന്റ്. ഇതാ ഈ കാണുന്ന പരിപാടിയാണ് ക്ലാസിഫിക്കേഷൻ. നോക്കുക, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 ഉണ്ട്, ആൻഡ് രണ്ടാമത്തെ കേസിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 ഉണ്ട്. ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 12 ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ലോങ് കോളം. ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ലോങ് കോളം. യെസ്, കോളം ഈസ് റിഗാർഡഡ് ആസ് ലോങ് കോളം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ. ഇഫ് ദ റേഷ്യോ ഓഫ് ഇറ്റ്സ് എഫക്റ്റീവ് ലെങ്ത് ടു ദ ലാറ്ററൽ ഡയമെൻഷൻ എക്സീഡ്സ് 12 ആണ് വരുന്നത്. അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഇപ്പൊ കാണാത്തതുകൊണ്ട് നൺ ഓഫ് ദീസ് എന്ന് പറയുന്ന ആൻസറിലേക്ക് പോവാം. 15 അല്ല 12 ആണ്. ഓക്കെ, യെസ്. എന്താണ് എൽ എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോക്കിയേ, വാട്ട് യു മീൻ ബൈ എഫക്റ്റീവ് ലെങ്ത്? എന്താണ് എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദ മെമ്പർ, ഇറ്റ് ഈസ് ദാറ്റ് ലെങ്ത് ഓഫ് ദ മെമ്പർ. എഫക്റ്റീവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദാറ്റ് ലെങ്ത് ഓഫ് ദ മെമ്പർ വിച്ച് പാർട്ടിസിപ്പേറ്റ് ഇൻ ബക്ലിംഗ് ആണ് അല്ലെ. നിങ്ങളുടെ കോളത്തിൽ ബക്ലിംഗ് സംഭവിക്കുന്ന മെമ്പറിന്റെ ലെങ്തിനെ നമ്മൾ എന്ത് പറയും? നമ്മൾ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയും. എന്താണ് ബക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സാധാരണ രീതിയിൽ ഉണ്ടാവുന്ന ബെൻഡിങ്ങിനെ പറയുന്ന മറ്റൊരു പേരാണ് എന്ത്? ബക്ലിംഗ് എന്ന് പറയുന്നത്. നോക്കിയേ, ബീമിലാണ് ഈ പറയുന്ന ഡിഫ്ലക്ഷൻ ഉണ്ടാവുന്നതെങ്കിൽ എന്താണ് ബീം? ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ മെമ്പർ അല്ലേ, സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ മുകളിൽ ലോഡ് വന്നു കഴിഞ്ഞാൽ ഈ സാധനം എന്താവുന്നു? ഡിഫ്ലക്ട് ആവുന്നു, അതായത് ബെൻഡ് ആവുന്നു. ഇതിനെയാണ് നിങ്ങൾ എന്ത് പറയാ? ബെൻഡിങ് എന്ന് പറയാം. ഇതിനെയാണ് നിങ്ങൾ ബെൻഡിങ് എന്ന് പറയാം. അതേ സാധനം വെർട്ടിക്കൽ മെമ്പേഴ്സിലാണ് സംഭവിക്കുന്നതെങ്കിൽ, ലെറ്റ്സ് എ കോളമാണ്, നമുക്കറിയാം കോളം ഈസ് എ വെർട്ടിക്കൽ മെമ്പർ ആണ്. അതിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ലോഡ് കംപ്രസീവ് ലോഡാണ്. ഈ ഒരു ലോഡ് കാരണം കോളത്തിൽ ബെൻഡിങ് ആണ് ഉണ്ടാവുന്നത്. പക്ഷെ അതിന് ബെൻഡിങ് എന്ന് പറയില്ല, നമ്മൾ പറയുന്ന പേര് വേറെ എന്തോ ആണ്. എന്താണ്? ബക്ലിംഗ് ആണ്. സാധനം ഒന്ന് തന്നെ, സാധനം പഴയ ബോംബ് തന്നെ, സെയിം സാധനമാണ്, ബെൻഡിങ് തന്നെയാണ്, ബെൻഡിങ് തന്നെയാണ്. പക്ഷെ അത് വെർട്ടിക്കൽ മെമ്പർ ആയതുകൊണ്ട് നമ്മൾ അതിനെ ബക്ലിംഗ് എന്ന് പറയുന്നു. ക്ലിയർ ആണോ? ഓക്കെ, സാധനം സെയിം തന്നെയാണ്, ബക്ലിംഗ് ആണ്. ഇപ്പൊ നോക്കിയാൽ നിങ്ങൾ ഈ പറയുന്ന കോളത്തിൽ സപ്പോർട്ടുകൾ രണ്ടും എന്താണ്? വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ് ഫിക്സ്ഡ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അവർ അങ്ങനെയൊന്നും എന്ത് ചെയ്യില്ല, നിങ്ങളെ കോളത്തിനെ എന്താണ് ഫ്രീ ആയിട്ട് ബെൻഡ് ചെയ്യാൻ സമ്മതിക്കില്ല. ഓക്കെ, സോ ഇവിടെ നല്ലപോലെ പിടുത്തമുണ്ട്. ഫിക്സിറ്റി ഓഫ് ദ സപ്പോർട്ട് ഈസ് മോർ. ദ ഫിക്സിറ്റി നല്ല രീതിയിൽ പിടുത്തമുണ്ട്, സ്ട്രോങ് ആയ പിടുത്തമാണുള്ളത്. അതുകൊണ്ട് ഈ പറയുന്ന ഭാഗങ്ങൾ ബെൻഡ് ആവില്ല, ബാക്കി റിമൈനിങ് ഭാഗങ്ങളെ ബെൻഡ് ആവുള്ളൂ. അതായത് മൊത്തം കോളത്തിന്റെ ലെങ്ത് ഇത്ര ഉണ്ടെങ്കിൽ പോലും, മൊത്തം കോളത്തിന്റെ ലെങ്ത് ഇത്ര ഉണ്ടെങ്കിൽ പോലും ആ മുഴുവൻ ലെങ്ത്തും ബെൻഡിങ്ങിൽ അല്ലെങ്കിൽ ബക്ലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഓൺലി ദിസ് മച്ച് പോർഷൻ ഈസ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ബക്ലിംഗ് അല്ലെ. മുഴുവൻ ലെങ്ത്തും ബക്ലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, അതിന്റെ എത്രയോ ഭാഗം മാത്രമേ ബക്ലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ബക്ലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മെമ്പറിന്റെ ലെങ്തിനെയാണ് നമ്മൾ എന്ത് പറയാ? എൽ എഫക്റ്റീവ് എന്ന് പറയാം. മറ്റൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇതാ നോക്കിയേ, ഇതാ ഒരു എൻഡ് എന്താണ്? ഫിക്സ്ഡ് ആണ്, അടുത്ത എൻഡ് എന്താണ്? ഹിഞ്ച്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ ഫിക്സ്ഡ് എൻഡുകൾ വളരെ മാരകമായ പിടുത്തമാണ്, പക്ഷേ ഹിഞ്ച് കുറച്ചുകൂടി ഫ്രീ ആണ്. അതായത് ബക്ലിംഗ് സംഭവിക്കുമ്പോൾ ഇതാ ഇത്തരത്തിൽ ബക്ലിംഗ് സംഭവിക്കും അല്ലെ. ഇവിടെ ഭയങ്കരമായ പിടുത്തം കാണും. മുഴുവൻ ലെങ്ത് ഓഫ് ദ കോളം എന്ന് പറയുന്നത് ഇതാണ്. എന്നിരുന്നാൽ പോലും ഇത്ര മാത്രമേ എന്ത് കാണുള്ളൂ? എഫക്റ്റീവ് ലെങ്ത് കാണുള്ളൂ. ക്ലിയർലി പോയിന്റ് ഓക്കെ അല്ലേ? നോക്കിയേ, ചില വാല്യൂസ് ഓർത്തിരിക്കണം. ഈ പറയുന്ന കേസിൽ വാല്യൂ എന്ന് പറയുന്നത് 0.65 L ആണ്, ആൻഡ് ഈ പറയുന്ന കേസിൽ എൽ എഫക്റ്റീവ് എന്ന് പറയുന്നത് 0.8 L ആണ്. ഇത്തരത്തിലുള്ള പോയിന്റ് കൂടി ഓർത്തിരിക്കുക. എൽ എഫക്റ്റീവ് ചോദിക്കാറുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി ഫ്രം ദ ഫിഗർ ഇറ്റ് ഈസ് വെരി ഒബ്വിയസ് ദാറ്റ് ഏത് കൈൻഡ് ഓഫ് സപ്പോർട്ട് ആണോ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ബക്ലിംഗ് ഉണ്ടാവുക. ഏത് തരത്തിലുള്ള സപ്പോർട്ട് ആണോ കൊടുത്തിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ബക്ലിംഗ് ഉണ്ടാവുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 9, വാട്ട് ഇസ് ദ മിനിമം ഏരിയ ഓഫ് ലോഞ്ചിറ്റ്യൂഡിനൽ റീഇൻഫോഴ്സ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇൻ ആൻ RCC കോളം ഓഫ് സൈസ് 200 mm by 400 mm and it shall not be less than minimum area of the minimum area of the percentage of reinforcement ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം 0.8% ഓഫ് എന്താണ്? ഗ്രോസ് ഏരിയ എന്ന് നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. തിയററ്റിക്കലി അങ്ങനെയാണ് ചോദിക്കുക. നമുക്ക് ഈ വാല്യൂ ചോദിക്കും 0.8%. ഒരു ന്യൂമറിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ ആ സാധനം കുറെ കാലം ഓർമ്മ ഉണ്ടാവും. സോ 0.8% എന്ന് പറഞ്ഞാൽ 0.8 ഡിവൈഡ് ബൈ 100 ഇൻറ്റു 200 ഇൻറ്റു 400. 200 ഇൻറ്റു 400 നിങ്ങളിത് മൾട്ടിപ്ലൈ ആണെങ്കിൽ 8×64. സോ നിയറസ്റ്റ് വാല്യൂ വരുന്ന ഏതാണ്? 640 mm².
640 mm². ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 10 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 10. യെസ്, ഇൻ കേസ് ഓഫ് സ്മോൾ സൈസ്ഡ് കോളം വിത്ത് മിനിമം ഡയമെൻഷൻ ഓഫ് 200 mm or under whose reinforcing bar does not exceed 12 mm, the recommended cover എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ കോളത്തിന്റെ സൈസ് ഇപ്പൊ അവർ പറയുന്നത് എങ്ങനെയാണെന്നറിയോ? 200 mm കുറവാണെന്നാണ്. അതായത് ബിയും ഡിയും നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ പറയുന്ന കോളത്തിന്റെ ബി ആൻഡ് ഡി നോക്കുകയാണെങ്കിൽ, യെസ് ദാറ്റ് ഈസ് 200 mm അല്ലെങ്കിൽ അതിലോ കുറവ്, അല്ലെങ്കിൽ അതിൽ കുറവ് വരുന്ന സാഹചര്യം. ഇപ്പോൾ പറയുന്ന ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കോളത്തിന്റെ ബി ആൻഡ് ഡി, കോളത്തിന്റെ ബി എന്ന് പറയുന്ന ഡയമെൻഷൻ, ഡി എന്ന് പറയുന്ന ഡയമെൻഷൻ 200 mm അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 mm വരുന്ന സാഹചര്യം. ആൻഡ് ഓൾസോ ഇതേ സാഹചര്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് മിനിമം ഡയമീറ്റർ ഓഫ് ദ ബാർ ആണ്. ഇതേ സാഹചര്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത്, ആ കോളത്തിൽ ഉപയോഗിക്കുന്ന ബാറുകളുടെ ഡയമീറ്റർ 12 mm എന്ന് പറയുന്ന മിനിമം ഡയമീറ്റർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ എത്രയാണ് കവർ എന്നാണ് ചോദ്യം. എത്രയാണ് കവർ എന്നാണ് ചോദ്യം. നോക്കിയേ, സാധാരണഗതിയിൽ അണ്ടർ നോർമൽ സിറ്റുവേഷൻ, അണ്ടർ ഡിഫോൾട്ട് കേസസ് എത്രയാണ് കോളത്തിലെ കവർ എന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ തന്നെ പ്രതിപാദിച്ചു. എത്രയായിരുന്നു? 40 mm ആയിരുന്നു. പക്ഷേ 40 mm ആണ് ശരിക്കും കൊടുക്കേണ്ട കവർ. അഥവാ ഇതാണ് അവസ്ഥയെങ്കിൽ എക്സെപ്ഷണൽ കേസ് ആണ്, നോട്ടാക്കി എഴുതി വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ്. ഈ പറയുന്ന സിറ്റുവേഷൻ ആണ് ചോദ്യത്തിൽ ചോദിച്ചതെങ്കിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ട കവർ 40 mm അല്ല, 25 mm ആണ്. 25 mm ആണ്. ഇതാണ് എക്സെപ്ഷണൽ കേസ് ആണ്. ഇങ്ങനെ തന്നെയാണ് ചോദിക്കുക. കോളത്തിന്റെ സൈസ് നോക്കിയേ, ഒന്നും പറയുന്നില്ല. വാട്ട് ഈസ് എ കവർ ഇൻ എ കോളം, വാട്ട് ഈസ് എ കവർ ഇൻ എ കോളം എന്നാണ് ചോദ്യമെങ്കിൽ 40 mm ആണ് ആൻസർ. യാതൊരു സംശയവുമില്ല. ഇനി അതല്ല, ഇഫ് ദ സൈസ് ഓഫ് ദ കോളം ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200 mm ആൻഡ് ദ ഡയമീറ്റർ യൂസ്ഡ് ഈസ് 12 mm എന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ആൻസർ എത്രയാണ്? 25 mm ആണ്. ക്ലിയർ അല്ലേ? സോ ഇൻ ദിസ് കേസ് ആൻസർ വിൽ ബി ഓപ്ഷൻ എ. ആൻസർ വിൽ ബി ഓപ്ഷൻ എ ആണ്. 40 mm ആണ് സാധാരണ. ബട്ട് സാധാരണ കേസ് അല്ല ഇത് വേറെ എന്തോ കേസാണ്. ഓക്കെ 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 യെസ്. അടുത്ത നോക്കിയേ, ഇഫ് ദ നോമിനൽ ഷിയർ സ്ട്രെസ് ടോവി അറ്റ് എ സെക്ഷൻ ഡസ് നോട്ട് എക്സീഡ് പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എന്നാണ്. ഇത് നമ്മുടെ LSM4 ഷിയർ എന്ന് പറയുന്ന ടോപ്പിക് ആണ്. അവിടുന്ന് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ടെർമിനോളജീസ് ആണ്. ഏതൊക്കെയാണ്? ഏറ്റവും താഴെ വരുന്നത് ടോസി എന്ന് പറയുന്ന വാല്യൂ. അതിന് മുകളിലേക്ക് എന്തെത്താം? യെസ്, ടോസി മാക്സ് എന്ന് പറയുന്ന വാല്യൂസിലേക്ക് എത്താം. നോക്കിയാൽ നമ്മുടെ മെമ്പറിൽ ചിലപ്പം ഒരു തരത്തിലും എന്തുണ്ടാവുന്നില്ല, ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ചിലപ്പോൾ എത്രയാവാം? 0 ആവാം. ചിലപ്പോൾ നമ്മുടെ മെമ്പറിലെ ഷിയർ സ്ട്രെസ് 0 ആവാം. അത് പിന്നീട് എങ്ങോട്ട് ഉയർന്നേക്കാം? ടോസി എന്ന് പറയുന്ന മറ്റൊരു ഷിയർ സ്ട്രെസ്സിലേക്ക് ഉയർന്നേക്കാം. അത് മാക്സിമം എത്ര വരെ പോകാം? അത് ടോസി മാക്സ് വരെ പോകാം എന്നുള്ളതാണ് പോയിന്റ്. എന്താണ് ടോസിന്റെ പേര്? ദിസ് ഈസ് ടേംഡ് ആസ് ഡിസൈൻ ഓർ ഇതിനെയാണ് പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഇതിനെയാണ് പെർമിസിബിൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബീമുകളിൽ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാതെ, എന്ത് മാത്രമേ ഉള്ളൂ? ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടില്ല, അതായത് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് മാത്രമേ ഉള്ളൂ. അതായത് വിത്തൗട്ട് സിറപ്സ്. ഷിയർ റീഇൻഫോഴ്സ്മെന്റിന്റെ വേറൊരു പേരാണെന്ത്? സിറപ്സ് എന്ന് പറയുന്നത് അല്ലേ? സിറപ്സ് കൊടുക്കാത്ത ബീമുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ്സിനെയാണ് എന്ത് പറയാ? ടോസി എന്ന് പറയാം. യെസ്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഷിയർ സ്ട്രെസ്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഷിയർ സ്ട്രെസ് ടേക്കൺ ബൈ ദ മെമ്പർ വിത്തൗട്ട് എനി സിറപ്സ് ആണ്. ഷിയർ റീഇൻഫോഴ്സ്മെന്റുകൾ ഇല്ലാത്ത അല്ലെങ്കിൽ സിറപ്സ് ഇല്ലാത്ത മെമ്പറുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഷിയർ സ്ട്രെസ്സിനെയാണ് ടോസി എന്ന് പറയുന്നത്. ടോസി മാക്സിന്റെ പേരെന്താണ്? വാട്ട് ഇസ് ദ നെയിം ഓഫ് ടോസി മാക്സ്? ദാറ്റ് ഈസ് ദ മാക്സിമം ഷിയർ സ്ട്രെസ്. അതാണ് മാക്സിമം ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് അല്ലെ? എന്ന് വെച്ചാൽ ദിസ് ഈസ് ദ എമൗണ്ട് ഓഫ് ഷിയർ എ മെമ്പർ ക്യാൻ ടേക്ക് എന്താണ്? വിത്ത് സിറപ്സ്. നോക്കിയ നാട്ടിൽ നമ്മൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന എല്ലാ ബീമിലും സിറപ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തിയററ്റിക്കലി നമുക്ക് 2 രീതിയിൽ മെമ്പറുകളെ ഡിസൈൻ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഒന്ന് വിത്ത് സിറപ്സ് ആണ്. ക്ലാസ്സുകളിൽ വ്യക്തമായ ഭാഷയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ? വിത്ത് സിറപ്സ് ഉണ്ട്, വിത്തൗട്ട് സിറപ്സ്. നമുക്ക് 2 രീതിയിൽ ഡിസൈൻ ചെയ്യാം. നിങ്ങൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, പ്രാക്ടിക്കലി എല്ലാ ബീമുകളിലും നോക്കിക്കഴിഞ്ഞാൽ സിറപ്സ് ഉണ്ട്. ബട്ട് സിറപ്സ് ഇല്ലാതെയും നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. സിറപ്സ് ഇല്ലാതെ മെമ്പറിന് എടുക്കാൻ പറ്റുന്ന സ്ട്രെസ്സിനെയാണ് എന്ത് പറയാ? ടോസി. സിറപ്സ് കൊടുത്തു കഴിഞ്ഞാൽ മെമ്പറിന് എടുക്കാൻ പറ്റുന്ന സ്ട്രെസ്സിനെയാണ്, ഷിയർ സ്ട്രെസ്സിനെയാണ് ടോസി മാക്സ് എന്ന് പറയാം. ഇനി മറ്റൊരു ടേം ഉണ്ട്, ടോവി.
ടോ വി എന്ന് പറയുന്നത് അല്ലെ. വാട്ട് യു മീൻ ബൈ ടോ വി? ദാറ്റ് ഈസ് ടേംഡ് ആസ് നോമിനൽ അല്ലെങ്കിൽ ഇതിനെ ആവറേജ് അല്ലെങ്കിൽ ഇതിനെ ആക്ച്വൽ ഷിയർ സ്ട്രെസ് എന്നാണ് പറയാം. ആക്ച്വൽ ഷിയർ സ്ട്രെസ് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ നിങ്ങൾ മെമ്പറിന്റെ മുകളിൽ ലോഡ് അപ്ലൈ ചെയ്യില്ലേ? ഏത് ലോഡ്? എക്സ്റ്റേണൽ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ആ മെമ്പറിൽ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഷിയർ സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ദ ഷിയർ സ്ട്രെസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്. ദ ഷിയർ സ്ട്രെസ് ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്, അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? ടോ വി എന്ന് പറയുന്നത്. നിങ്ങൾ ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡെവലപ്പ് ചെയ്യപ്പെടുന്ന ഷിയർ സ്ട്രെസ്സിനെയാണ് നോമിനൽ, ആവറേജ്, ആക്ച്വൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഈ ഡെവലപ്പ് ചെയ്യപ്പെട്ട ലോഡ് കാരണം ഉണ്ടായ ഷിയർ സ്ട്രെസ്, അതായത് ടോസിനെക്കാട്ടും ചെറുതാണെന്ന് വെച്ചോ. അതായത് ടോ വി എന്ന് പറയുന്ന വാല്യൂ 0നും ടോസിനും ഇടയിലാണെങ്കിൽ എന്ത് കൊടുക്കേണ്ട ആവശ്യമില്ല? സിറപ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇഫ് ടോ വി ഈസ് ലെസ് ദാൻ, ഒന്നാമത്തെ കണ്ടീഷൻ നമുക്കറിയാം, ഇഫ് ടോ വി ഈസ് ലെസ് ദാൻ ടോസി, നോ നീഡ് ഓഫ് പ്രൊവൈഡിങ് സിറപ്സ് ആണ്. സിറപ്സ് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ പറയുന്ന ടോസി എന്ന് പറയുന്ന വാല്യൂവിനെക്കാട്ടും ചെറുതാണ് ഇപ്പോൾ ലോഡ് കാരണം ഉണ്ടായിരിക്കുന്ന ഷിയർ സ്ട്രെസ് ടോ വി. ഓക്കെ, ബട്ട് ശരിക്കും കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് തിയററ്റിക്കലി പറയുന്നത്. ബട്ട് ജസ്റ്റ് ടു ബി ഓൺ ദ സേഫർ സൈഡ്, ഒന്ന് സേഫ് ആയിരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ എന്ത് കൊടുക്കണം? മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഈസ് പ്രൊവൈഡഡ്. ക്ലിയർ ആണോ പോയിന്റ്? ഇനി രണ്ടാമത്തെ കേസ് എന്താവാം? ഇഫ് ലോഡ് കാരണം ഉണ്ടാകുന്ന ഷിയർ സ്ട്രെസ്, അതായത് ടോ വി ഈസ് ഗ്രേറ്റർ ദാൻ ടോ സി ആണെന്ന് വെച്ചോ. അപ്പം വി ഹാവ് ടു പ്രൊവൈഡ് സിറപ്സ്. ആ ഒരു സിറ്റുവേഷൻ ആണ് ഏറ്റവും നോർമലി കാണപ്പെടാറുള്ളത്. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? സിറപ്സ് കൊടുക്കുക. നോക്കിയേ, ഇപ്പൊ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇഫ് നോമിനൽ ഷിയർ സ്ട്രെസ് ടോ വി ഈസ് നോട്ട് എക്സീഡിങ് പെർമിസിബിൾ ഷിയർ സ്ട്രെസ് ടോ സി, അല്ലെ? അതായത് ടോ വി നോട്ട് എക്സീഡിംഗ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ആണ് ടോ സി ആണെങ്കിൽ രണ്ട് രീതിയിൽ ഉത്തരം വരാം. നോ നീഡ് ഓഫ് പ്രൊവൈഡിങ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ്, അല്ലെങ്കിൽ എന്താണ്? നോ നീഡ് ഓഫ് പ്രൊവൈഡിങ് ഷിയർ റീഇൻഫോഴ്സ്മെന്റ് എന്നാണ് ശരിക്കും പരിപാടി. കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ടു ബി ഓൺ ദ സേഫർ സൈഡ് നിങ്ങൾ ഒരു മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് എങ്കിലും കൊടുക്കൂ. സോ ശരിയായ ഉത്തരം ഏതാണ്? രണ്ട് ആൻസറും ഉണ്ടെങ്കിൽ ശരിയായ ഉത്തരം എന്താണ്? ശരിക്കും മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കൂ എന്നുള്ളതാണ്. സോ ആൻസർ വരാൻ പോകുന്ന ഏതാണ്? ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? ദ മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് സ്റ്റിൽ പ്രൊവൈഡഡ്. നോക്കിയാൽ ഇവിടെ നോ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഈസ് പ്രൊവൈഡഡ്, അതും ശരിയാണ്. ഓപ്ഷൻ എയും ശരിയാണ്. ബട്ട് നോ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറഞ്ഞാലും ജസ്റ്റ് ടു ബി ഓൺ ദ സേഫർ സൈഡ് നമ്മൾ എന്ത് കൊടുക്കും? കുറച്ചെങ്കിലും ഷിയർ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തോളൂ. അതായത് മിനിമം ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഈസ് സ്റ്റിൽ പ്രൊവൈഡഡ് എന്ന് കാണാൻ സാധിക്കും. ഓക്കെ അല്ലേ? യെസ്. സോ അതായിരുന്നു ചോദ്യം നമ്പർ എത്ര? ചോദ്യം നമ്പർ 10 ആണ് കണ്ടത്. ലെറ്റ്സ് മൂവ് ടു ചോദ്യം നമ്പർ 12. ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. വളരെ എളുപ്പമാണ്. ഫോർ ബാർസ് ഇൻ കംപ്രഷൻ ദ വാല്യൂ ഓഫ് ദ ബോണ്ട് സ്ട്രെസ് ഫോർ ബാർസ് ഇൻ ടെൻഷൻ ഷാൽ ബി ഇൻക്രീസ്ഡ് ബൈ. നമുക്കറിയാം, ഈ പറയുന്ന സ്റ്റീൽ കോൺക്രീറ്റിന്റെ അകത്തേക്കാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ആൻഡ് ഈ സ്റ്റീലിന് ചുറ്റും പ്രോപ്പർ ആയിട്ട് കോൺക്രീറ്റ് ബോണ്ട് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യണം. ഈ സ്റ്റീലും കോൺക്രീറ്റും പ്രോപ്പർ ആയിട്ട് ബോണ്ട് ഡെവലപ്പ് ചെയ്യണം. സാധാരണഗതിയിൽ നിങ്ങൾ ഈ സ്റ്റീലിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അണ്ടർ ടെൻഷൻ ആയിരിക്കും, അല്ലെ? സ്റ്റീൽ ഈസ് ഗുഡ് ഇൻ ടേക്കിംഗ് ടെൻഷൻ ആണ്. സോ ടെൻഷനിലായിരിക്കും സാധാരണഗതിയിൽ നിങ്ങളെ സ്റ്റീൽ ഉണ്ടാവുക. പക്ഷേ അഥവാ അത് കംപ്രഷനിലാണെങ്കിൽ, ഫോർ ദ ബാർസ് ഇൻ കംപ്രഷൻ ആണെങ്കിൽ എത്രയാണ് ടോ ബി ഡി ഇൻക്രീസ് ചെയ്യേണ്ടത്? 25% നിങ്ങളുടെ ബോണ്ട് സ്ട്രെസ് ഇൻക്രീസ് ചെയ്യും. 25% നിങ്ങളുടെ ബോണ്ട് സ്ട്രെസ്സുകൾ ഇൻക്രീസ് ചെയ്യും. സോ ആ ടേബിൾ ഓർത്തിരിക്കണം. വെരി 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 ഇമ്പോർട്ടന്റ് ആണ്. 4 കേസസ് ആണ്. ഒന്നെന്താണ്? പ്ലെയിൻ ബാർ എന്ന് വെച്ചാൽ മൈൽഡ് സ്റ്റീൽ ബാർ, അല്ലെ? പ്ലെയിൻ ബാർ അണ്ടർ ടെൻഷൻ ആണെങ്കിൽ എത്രയാണ് ബോണ്ട് സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുക? സാധാരണ ബോണ്ട് സ്ട്രെസ് തന്നെ ടോ ബി ഡി, അല്ലെ? 2, ഇതേ പ്ലെയിൻ ബാർ ആണ്, പക്ഷെ അത് അണ്ടർ കംപ്രഷൻ ആണെങ്കിൽ ടോ ബി ഡിയെക്കാട്ടും കൂടുതലാവും വാല്യൂ. എത്രയാവും? 25% കൂടുതലായിരിക്കും. അതായത് 1.25 ടൈംസ് ടോ ബി ഡി ആയിരിക്കും. ഇനി 3, പ്ലെയിൻ ബാറുകൾക്ക് പകരം നിങ്ങൾ HYST ബാർ എന്ന് പറയുന്ന ക്വാളിറ്റി കൂടിയ ബാർ ഉപയോഗിക്കുന്നു. ആൻഡ് ദേ ആർ അണ്ടർ എന്താവാം? ചിലപ്പം ദേ ആർ അണ്ടർ ടെൻഷൻ ആണെങ്കിൽ, നോക്കിയേ, പ്ലെയിൻ ബാർ അണ്ടർ ടെൻഷൻ ആണെങ്കിൽ ടോ ബി ഡി ആണ്. അതേ സ്ഥാനത്ത് HYST ബാർ അണ്ടർ ടെൻഷൻ ആണെങ്കിൽ
തീർച്ചയായിട്ടും വാല്യൂ കൂടും. എത്ര കൂടും എന്നാ പറയുന്നത്? 60% കൂടും എന്നാണ് പറയുന്നത്. ദാറ്റ് ഈസ് 60% മോർ ആണ്. 60% കൂടും. ഇവിടെ എത്രയാണ്? കംപ്രഷനിലാണെങ്കിൽ 25% മോർ ആണ്. ഇനി നാലാമത്തെ കേസ് എന്തായിരിക്കും? ഉപയോഗിക്കുന്നത് HYSD ബാർ ആണ്, പക്ഷേ ദേ ആർ അണ്ടർ കംപ്രഷൻ നൗ ദേ ആർ അണ്ടർ കംപ്രഷൻ ആണ്. നോക്കിയേ, പ്ലെയിൻ ബാറ് കംപ്രഷനിലാവുമ്പോൾ 25% കൂടുന്നുണ്ട്. ഇപ്പോഴും കംപ്രഷനിൽ തന്നെയാണ്, പക്ഷേ ബാർ മാറ്റി, കുറച്ചുകൂടി ക്വാളിറ്റി ഉള്ള ബാർ മാറ്റി, അല്ലെ, ആക്കി മാറ്റി. എത്രയാണ്? HYSD ബാർ എന്ന് പറയുമ്പോൾ 60% കൂടും. അതിന്റെ കൂടെ തന്നെ കംപ്രഷൻ ആയതുകൊണ്ട് 25% കൂടും. സോ ആൻസർ വിൽ ബി 1.6 into 1.25 ടൈംസ് ഏതായിരിക്കും? ടോ BD ആയിരിക്കും. 1.6 60% കൂടും, 25% കൂടും. അങ്ങനെ ഗംഭീരമായ കൂടിയ വാല്യൂ ആണ് പിന്നീട് ബോൺസസ് ആയിട്ട് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 13 നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 13. As per the provision of IS 456, maximum allowable shear stress TOSI max of RCC beam depends on which of the following എന്നാണ്. TOSI max നമ്മൾ നേരത്തെ കണ്ടതാണ്. TOSI മാക്സിന്റെ വാല്യൂസ് ചോദിക്കാറുണ്ട് ഡയറക്ട്ലി. IS 456 ടേബിൾ ആണ്. TOSI മാക്സിന് ഒരു ഇക്വേഷനും അവൈലബിൾ ആണ്. TOSI മാക്സിന്റെ ഇക്വേഷൻ എങ്ങനെയാണ്? ഇറ്റ് ഈസ് 0.625 0.625 റൂട്ട് FCK ആണ്. 0.625 റൂട്ട് FCK എന്ന് പറയുന്ന ഇക്വേഷൻ അവൈലബിൾ ആണ്. നോക്കിയേ, ഈ ഇക്വേഷൻ ഓർക്കുമ്പോൾ 0.7 റൂട്ട് FCK എന്ന് പറയുന്ന മറ്റൊരു ഇക്വേഷനും കൂടി ഓർക്കാൻ ശ്രമിക്കുക. എന്തായിരുന്നു 0.7 റൂട്ട് FCK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇതിനെ നമ്മൾ ഈക്വൽ ടു FCR എന്നാണ് പറയാറുള്ളത്. മോഡുലസ് ഓഫ് റപ്ചർ അല്ലെ, അല്ലെങ്കിൽ ഫ്ലെക്സുറൽ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് ദ കോൺക്രീറ്റ് എന്ന് പറയാറുണ്ടായിരുന്നു. അതായത് TOSI മാക്സ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരു കാര്യം ഉറപ്പാണ്, TOSI മാക്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യാറുള്ളൂ. ആ ടേബിളും കൂടി ഓർക്കുക. നോക്കിയാൽ വളരെ എളുപ്പമാണ്. M15 തുടങ്ങി 20, 25, 30, 35, 40 വാല്യൂസ് ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ 2.5, ദിസ് ഈസ് 2.8, 3.1, 3.5, ദിസ് ഈസ് 3.7 ആൻഡ് 4. ഇത് എഴുതിയിരിക്കുന്നത് TOSI മാക്സിന്റെ വാല്യൂസ് ആണ്. എല്ലാ വാല്യൂസും ന്യൂട്ടൺ പെർ mm സ്ക്വയറിലാണ് എഴുതിയിരിക്കുന്നത്. എന്താണ് ഒരു ഇൻക്രീസ് കാണുന്നത്? എത്രത്തിലാണ് ഇൻക്രീസ്? നോക്കിയേ, യാതൊരു ലോജിക്കും ഇല്ല, പക്ഷെ ചെറിയൊരു പാറ്റേൺ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒന്നും 0.3 ആണ് ഇൻക്രീസ് ചെയ്തത്, വീണ്ടും എത്ര ഇൻക്രീസ് ചെയ്തു? 0.3 ആണ്. പക്ഷെ പിന്നീട് ഇൻക്രീസ് ചെയ്തത് 0.4 ആണ്. പിന്നീട് ഇൻക്രീസ് ചെയ്ത 0.4ന്റെ പകുതി 0.2 ആണ്. പക്ഷെ പിന്നീട് വീണ്ടും എത്ര ഇൻക്രീസ് ചെയ്തു? 0.3 ഇൻക്രീസ് ചെയ്തു. സോ കൂടുതലായിട്ടും ഇൻക്രീസ് ചെയ്യപ്പെടുന്നത് 0.3 ആണ്. ബട്ട് ഇൻ ബിറ്റ്വീൻ 0.4ഉം അതിന്റെ പകുതിയും ഇൻക്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥ കാണുന്നു. ഒരു ലോജിക്കുമില്ല. എന്താണ്? ഒരു ലോജിക്കുമില്ല. പക്ഷേ ആ രീതിയിൽ നമ്മൾ ഓർക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ വാല്യൂസ് നമുക്ക് കുറെ കൂടി കാലം ഓർക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. ക്ലിയർ അല്ലേ? TOSI മാക്സിന്റെ വാല്യൂ ഡയറക്ട്ലി ചോദിക്കുന്ന സാഹചര്യമുണ്ട്. ഈ പറയുന്ന ഇക്വേഷനിലും ടേബിളിൽ നിന്നും വ്യക്തമാണ് TOSI മാക്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ഏതാണ്? ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റ്. ഗ്രേഡ് ഓഫ് ദ കോൺക്രീറ്റ്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 14 നോക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ നമ്പർ 14, ദ സ്പേസിംഗ് ഓഫ് ദ സിറപ്സ് നിയർ ദ സപ്പോർട്ട്. ഈ പറയുന്ന ഷിയർ റീഇൻഫോഴ്സ്മെന്റിന്റെ സ്പേസിംഗ് സപ്പോർട്ടുകളിൽ മിനിമം ആണെന്ന് നമുക്കറിയാം. ആൻഡ് അല്ലെ, നമ്മളൊരു ബീം എടുത്തു കഴിഞ്ഞാൽ ദാ ഈ വരച്ചിരിക്കുന്നതാണ് ബീമിലെ മെയിൻ റീഇൻഫോഴ്സ്മെന്റ്. യെസ്, ആൻഡ് ഇവരുടെ കൂടെ തന്നെ നമ്മൾ എന്തും പ്രൊവൈഡ് ചെയ്യാറുണ്ട്? നമ്മൾ സിറപ്സുകളും പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അല്ലെ? യെസ്, സിറപ്സുകളും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ബട്ട് ആ സിറപ്സിന്റെ സ്പേസിംഗ് ഇത്തരത്തിലാണ്. ഈ പറയുന്ന സിറപ്സിന്റെ സ്പേസിംഗ് സപ്പോർട്ടിൽ മിനിമം ആയിരിക്കും. സപ്പോർട്ടിൽ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ ഷിയർ റീഇൻഫോഴ്സ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യണം. അതായത് കൂടുതൽ ഷിയർ റീഇൻഫോഴ്സ്മെന്റുകൾ അവിടെയാണ് കാണപ്പെടേണ്ടത്. സോ അവരുടെ സ്പേസിംഗ് കുറവായിരിക്കും, സെന്ററിൽ അതിന്റെ സ്പേസിംഗ് മാക്സിമം ആയിരിക്കും. സോ അറ്റ് ദ സപ്പോർട്ട് സ്പേസിംഗ് ഈസ് മിനിമം ആൻഡ് അറ്റ് ദ സെന്റർ പോർഷൻ അല്ലെങ്കിൽ മിഡ് സ്പാനിൽ ഈ പറയുന്ന സ്പേസിംഗ് എന്തായിരിക്കും? മാക്സിമം ആയി കാണപ്പെടുന്നു. ഓക്കെ, സോ സ്പേസിംഗ് ഓഫ് ദ സിറപ്സ് നിയർ ദ സപ്പോർട്ട് ഈസ് മിനിമം, മാക്സിമം, ബിറ്റ്വീൻ മിനിമം ആൻഡ് മാക്സിമം ഇറ്റ് ഈസ് മിനിമം ആണ് അറ്റ് ദ സപ്പോർട്ട്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നോക്കിയേ, ദ ബോണ്ട് ബിറ്റ്വീൻ ദ സ്റ്റീൽ ആൻഡ് കോൺക്രീറ്റ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ. എങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഈ ബോണ്ട്? യൂസിങ് റിച്ച് മിക്സ് ഓഫ് കോൺക്രീറ്റ്, യൂസിങ് ഡീഫോംഡ് ബാർ, അല്ലെ 60% ഇൻക്രീസ് ചെയ്യും. ആൻഡ് പ്രോപ്പർ ആയിട്ട് ക്യൂറിംഗ് നടത്തി കഴിഞ്ഞാൽ. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 14 അല്ല 15 പറയുന്നത് എന്താണ്? ഓൾ ദി അബവ് അല്ലെ,
എല്ലാ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ബോണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ നമ്പർ 16 നോക്കിയേ. 16 നോക്കൂ. 16 ഫോർ എ ഡീഫോംഡ് ബാർസ് ബോണ്ട് സ്ട്രെസ് ഈസ് ഫോർ എ ഡീഫോംഡ് ബാർ ആണ്. എന്താണ് ഡീഫോംഡ് ബാർ എന്ന് പറഞ്ഞാൽ? ഡീഫോംഡ് ബാർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് HYST ബാറുകളാണ്. ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാർ. പ്ലെയിൻ ബാറിനേക്കാളും കൂടുതലായ ബോണ്ട് സ്ട്രെസ് തരുന്ന ആളുകളാണ് ഇത് HYST ബാറുകൾ. സോ തീർച്ചയായിട്ടും എത്രയാണ് കൂടുതൽ തരുന്നത്? 60% മോർ ആയിരിക്കും. 60% കൂടുതലാണ്. ലെസ് ദാൻ ദ പ്ലെയിൻ ബാർ? യെസ്. മോർ ദാൻ ദ പ്ലെയിൻ ബാർ? ഈക്വൽ ടു പ്ലെയിൻ ബാർ? നോ കമ്പാരിസൺ ടു പ്ലെയിൻ ബാർ? എന്താണ്? ഡെഫിനറ്റ്ലി മോർ ദാൻ പ്ലെയിൻ ബാർ ആണ്. കാരണം എന്താണ്? നമ്മൾ പ്ലെയിൻ ബാറുകളെ വരച്ചു നോക്കിയാൽ അവരുടെ സർഫസ് എന്താണ്? പ്ലെയിൻ ആണ്. അതുകൊണ്ടാണല്ലോ അതിന് എന്ത് പറയുന്നത്? പ്ലെയിൻ ബാർ എന്ന് പറയുന്നത്. ഓൺ ദ അതർ ഹാൻഡ് ഈ പറഞ്ഞിരിക്കുന്ന HYST ബാറുകളുടെ സർഫസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറഗുലാരിറ്റി കാണാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊറുഗേഷൻസ് കാണാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റിപ്സ് കാണാൻ സാധിക്കും അല്ലെ? റിപ്സ് ആണ്. റിപ്സ് ഓർ എന്താണ്? കൊറുഗേഷൻ. ഈ കാരണത്താൽ HYST ബാറുകൾ എത്ര ശതമാനം കൂടുതൽ ബോണ്ട് സ്ട്രെസ് തരും? 60% കൂടുതൽ ബോണ്ട് സ്ട്രെസ് തരുന്നതാണ്. ക്ലിയർ അല്ലേ? നോക്കിയേ, അടുത്ത ചോദ്യം നോക്കിയേ. ക്വസ്റ്റ്യൻ നമ്പർ 17. The allowable tensile stress in high yield strength deformed bar, yes, used as stirrups in reinforcement concrete. ഏതാ ചോദിച്ചിരിക്കുന്നത്? ഹൈ yield strength deformed bar ഒന്നെങ്കിൽ 415 ആവാം, അല്ലെങ്കിൽ FE 500 ആവാം. ഇപ്പോൾ ചോദ്യത്തിന്റെ ഓപ്ഷൻ പ്രകാരം എന്ത് മാത്രമാണ്? FE 415 ആണ്. അതിന്റെ പെർമിസിബിൾ അല്ലെങ്കിൽ അലൗബിൾ സ്ട്രെസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അലൗബിൾ സ്ട്രെസ് അല്ലെ? നമുക്കറിയാം അലൗബിൾ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർ FE 250 നമുക്കറിയാം 250 ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ മതി? 1.8 ചെയ്യുമ്പോൾ 140 ന്യൂട്ടൺ പെർ mm² എന്ന് പറയുന്ന വാല്യൂ ആണ് കിട്ടുന്നത്. അതേപോലെ F 415 ആണെങ്കിൽ സെയിം സ്റ്റെപ്പ് ആണ്. നിങ്ങൾക്ക് 230 ന്യൂട്ടൺ പെർ mm² എന്ന് പറയുന്ന നിയറസ്റ്റ് വാല്യൂലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. FE 500 ആണെങ്കിൽ സെയിം സ്റ്റെപ്പ് ആണ്. ദാറ്റ് ഈസ് 500 ഡിവൈഡ് ബൈ 1.8 277 ആണ് കിട്ടുന്നതെങ്കിലും നമ്മൾ പറയപ്പെടുന്ന വാല്യൂ എത്രയാണ്? 275 ആണ്. ഇപ്പോൾ തൽക്കാലം ഓപ്ഷൻ എന്തേ ഉള്ളൂ? 230 ഉള്ളൂ. യെസ്, ആൻഡ് ദേ ആർ ആസ്കിംഗ് ഫോർ ഏത് ബാറാണ്? ഹൈ ഈൽഡ് സ്ട്രെങ്ത് ഡീഫോംഡ് ബാർ ആയതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ക്ലിയർ അല്ലേ? യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോക്കിയേ, 18ാമത്തെ ചോദ്യം. മാക്സിമം അലൗഡ് ഷിയർ സ്ട്രെസ് ആസ് പെർ കോഡ് ഫോർ M40 ഗ്രേഡ് ആണ്. മാക്സിമം അലൗബിൾ ഷിയർ സ്ട്രെസ്സിന്റെ നൊട്ടേഷൻ എന്തായിരുന്നു? ടോസി മാക്സ് ആയിരുന്നു. അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 0.625 √FCK എന്ന ഇക്വേഷന്റെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ അതിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ടേബിൾ ഓർമ്മ ഉണ്ട്. M40 ആണെങ്കിൽ ടേബിൾ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട് അല്ലെ? M40 എന്ന് പറയുന്ന ഗ്രേഡ് ആണെങ്കിൽ എത്രയാണ് വാല്യൂ? 4 ന്യൂട്ടൺ പെർ mm² ആണ്. 4 ന്യൂട്ടൺ പെർ mm² ആണ്. സോ ടേബിൾ ഓർക്കുക. ഇത്തരത്തിൽ ഡയറക്റ്റ് വാല്യൂ ചോദിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. ക്ലിയർ അല്ലേ? നോക്കിയേ, ഇത്രയും ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്ത് നിർത്താം. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട് അത് അടുത്ത സെഷനിലേക്ക് നമ്മൾ കൊണ്ടു നടക്കുന്നതായിരിക്കും. ക്ലിയർ അല്ലേ? RCCയിലെ കുറച്ച് അത്യാവശ്യം വിട്ട ക്വസ്റ്റ്യനുകളാണ് നമ്മൾ കടന്നുപോയത്. നോക്കിയേ, നിങ്ങളെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം കൊണ്ടുവരികയാണ്. സൈലം ടെക്നിക്കലിന്റെ പുതിയ ഓഫ്ലൈൻ ബാച്ച് കോഴിക്കോട് ആരംഭിക്കുകയാണ്. ഫോർ ഓവർസിയർ ഗ്രേഡ് 1 to 3 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയും നല്ല അടിപൊളി രീതിയിലാണ് ക്ലാസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ പറയുന്ന കിഡ്ലൻ കണ്ടന്റ് നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നത് വെറും 10,000 രൂപയ്ക്കാണ്. ഓവർസിയർ ഗ്രേഡ് 1 to 3 എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആളുകൾക്കും ഈ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുക. കോഴ്സിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത സെഷനിൽ വീണ്ടും കാണാം മറ്റു ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട്. അതുവരെ എല്ലാവർക്കും താങ്ക് യു.